ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി പോണത് ഇടുക്കിയിലേക്കാണ് കേട്ടോ. അവിടെ ഞങ്ങൾക്കായിട്ടൊരു 100 ഏക്കറിന് മേലുള്ളൊരു തോട്ടവും അതിനകത്തൊരു കിഡിലൻ സ്റ്റേയും വെയിറ്റിംഗ് ആണ്. അപ്പോൾ മിസ് ചെയ്യാതെ ഫുൾ വീഡിയോ കണ്ടോ. രസകരമായ ഒരുപാട് കാഴ്ചകളുണ്ട്. ഫസ്റ്റ് പ്ലേറ്റ് ഷായത് എടുത്തിട്ടുണ്ട് കേട്ടോ. അയ്യോ മഴ കൂടി മഴ കൂടി മഴ കൂടി മഴ. ഷായത് പാവൻ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പത്തില് ചാറ് കൂടാ, കറിക്ക് നല്ല ചാറ് കിട്ടും. മഴവിൽ ഒളി വിഷും കവരണമെങ്കിൽ മധുരക്കിനുള്ള മിഴിയും കിട്ടി. അടുത്തതായി ഷാഹിദിന്റെ പാട്ട്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിമഞ്ഞിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണേ, ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണേ. താഴം പോവാ താമര താഴത്തേന പെണ്ണിലാവോ, താമര മുട്ട മല്ലിക്കൊടുമ്പ മാനോ മാറിതില്ലോ. തൊട്ടൊരുമി നിന്നാത്തേ തൊട്ടാവാടി പെൺമാനേ, നിന്റെ മനസ്സ് കൊട്ടാര കിട്ടിനകത്തുള്ള റോജാ രാജറാണി. റൈറ്റ് ആണ് കേട്ടോ. ഇതാ കേറില്ലാന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്റ്റേയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് മേളായിട്ടാണ്, വണ്ടി മേളയ്ക്ക് നമ്മുടെ പോകില്ല. നമ്മൾ പകുതി കയറ്റിയിട്ട് നമ്മൾ റിവേഴ്സ് എടുത്ത് പോരേണ്ട വന്നു. അങ്ങനെ നമ്മൾ ഒരു പാർക്കിംഗ് വന്നിട്ടുണ്ട്. നമുക്ക് പോകാനായിട്ട് ഇതേ ജീപ്പ് വന്നിട്ടുണ്ട്. ജീപ്പ് ഒരു ലെയർ മേളിലേക്ക് ഫസ്റ്റ് ട്രിപ്പ് കയറിപ്പോയി. ഇനി രണ്ടാമത്തെ ട്രിപ്പ് നമ്മളെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ ബാക്കി ഫുഡും കാര്യങ്ങളും നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ സാധനമായിട്ട് ഇതേ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി കയറി. പറയും ഡ്രൈവറെ ടൂ വീലറെ കൊണ്ടുവരാൻ പുള്ളിയോട് നമ്മളിതേ നമ്മുടെ ജീപ്പിൽ സ്റ്റേയിലേക്ക് പോയിട്ടോ. അപ്പോൾ വണ്ടി ഇവിടെ കിടക്കട്ടെ, നമുക്ക് നേരെ സ്റ്റേയിലേക്ക് പോവാം. നമ്മൾ സ്റ്റേയിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് ആദ്യം തന്നെ. ഫുള്ള് ഏലത്തോട്ടം. ഈ ഏലത്തോട്ടത്തിൻ്റെ അകത്തോടെ നമുക്ക് ഫുള്ള് ട്രാവൽ ചെയ്യാനുള്ളത്. എങ്ങനെയുണ്ട് ഹലോ 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 നിന്നെ കാണലാ വെട്ടത്തേക്ക് വാ. അപ്പോൾ കണ്ടു. അപ്പോൾ ഇതേ വണ്ടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, വളരെ കുറച്ച് സാധനങ്ങൾ. ഇതെന്തത്? ഇത് പപ്പടം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇറക്കട്ടെ. ഇറക്കി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. മീനാ? നിങ്ങളിവിടെ ഒന്ന് മീനെ നോക്കിക്കല്ലേ? നിങ്ങൾക്ക് പാർക്കുണ്ടല്ലോ ഇവിടെ. ഇഞ്ചു അവിടെ നിന്ന് വിളിക്കണ്. ഇഞ്ചോട് ഊഞ്ഞാലാറ്.
ഉണ്ടായിരുന്നിട്ടാ. ഞാന് അതിപ്പോ അതിയൊന്ന് താത്തിയോടുകൂടി അവളുടെ കാലിന്റെ കൂടെ പോയി. അയ്യോ. അവളിരുന്നതിന്റെ പ്രശ്നമാണ്. എന്റെ അപ്പോൾ നമ്മളിതേ ഇവിടെ മേളിലെത്തി ഒന്ന് സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് റൂം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. മൊത്തം 7-8 റൂം നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഫുള്ള് പ്രോപ്പർട്ടി നമ്മൾ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ അതെ അവിടെ ഓഫീസാണ്. അതുപോലെ ഈ ഒരു റൂമുണ്ട്. ഈ റൂമിൽ ഇപ്പോൾ ഓൾറെഡി ആളുണ്ട്, എൻഗേജ്ഡ് ആണ്. നമ്മുടെ തന്നെ ആൾക്കാർ ഇവിടെ നിസ്കരിക്കുക കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറണ്ട. അടുത്ത റൂം കാണിച്ചു തരാം. ദേ നമ്മുടെ ഫസ്റ്റ് റൂം തന്നെ അത് ഇവിടെയാണ്. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് റൂമാണ്. ബാത്റൂം അറ്റാച്ച്ഡും കോമൺ ബാത്റൂം അതിൻ്റെ റൂമുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ എടുത്തേക്കുന്നതിൽ അങ്ങനെ പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതെ കെറ്റിലും കാര്യങ്ങളും ഉണ്ട്. ഒരു ഡബിൾ കോട്ട് കട്ടിലും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്ത റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നേരെ ഇറങ്ങി കഴിഞ്ഞാൽ അതെ ഇതൊരു റൂമാണ്. അത് കാണിക്കുന്നതിന് മുമ്പ് ഇത് ഇവിടെ റൂമുണ്ട്. അവിടെ ഒരു റൂമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണ്ട. അവിടെ ഒരു റൂം, ഇവിടെ 2 റൂം, ആ രീതിയിൽ 3 റൂം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പെഡൽ ബോട്ടിങ്ങിനൊക്കെ ആയിട്ടൊരു കുളമുണ്ട്. നല്ല രാത്രി നല്ല ആംബിയൻസ് ആണെന്ന് കരുതാം. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ സെൻറ്റർ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിരിക്കും. അവിടെ തന്നെ അതെ ഇവിടെ ഒരു റൂമുണ്ട്. ഇപ്പോൾ ഇതേ നേരത്തെ കണ്ട പോലെ തന്നെ ഡബിൾ കോട്ട് ബെഡാണ്. ബാത്റൂം അറ്റാച്ച്ഡാണ്. അപ്പോൾ ഇത് നമ്മുടെ 1, 2, 3 4ാമത്തെ ബെഡ്റൂം. ഇവിടെയും ഈ പറഞ്ഞ കെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നേരെ അടുത്ത റൂം കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങോട്ട് വേറെ ഒന്നുമില്ല, ഈ പോണ്ടിലേക്കുള്ള വഴി തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൂം കാണാം. അപ്പോൾ നമ്മൾ ഓൾറെഡി 1, 2, 3, 4, 5 റൂമുണ്ട്. ഇനി ഇതേ ഇവിടെ ആയിട്ട് അടുത്ത റൂം. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് ഇപ്പോൾ 2 റൂം കൂടിയും കഴിഞ്ഞ് ഇനി അതിൻ്റെ നേരെ താഴെയായിട്ട് ഇവിടെ അടുത്തൊരു റൂം. ഇവിടെ ഒരു മുതലാളി ഒന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇതിന് തൊട്ടപ്പുറത്ത് ഒരു റൂം കൂടിയുണ്ട്. ഈ 4 റൂമിനും കൂടി കോമൺ ആയിട്ടാണ് ബാത്റൂം വരുന്നത്. അപ്പോൾ അവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9 ടോട്ടൽ 9 റൂം നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അതിന് താഴെ ഒരു അറ്റത്തെ റൂം നമ്മുടെയാണെന്ന് അറിയില്ല. 8 റൂമാണ് അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഇനി ഇത് ഇവിടെയായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് ഇറങ്ങിയ മുമ്പ് ഇതേ നമ്മളെടുത്തേക്കുന്ന റിസോർട്ടിൻ്റെ പേര് നെടുമ്പാറയിൽ നിന്നാണ്. നെടുമ്പാറയിൽ ഫാം ഹൗസാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അത് ഞാൻ ഡൈനിങ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കേണ്ട ഭയങ്കര തിരക്കാണ്. കാരണം 3:30 മണിയായി നമ്മളിവിടെ എത്തിയപ്പോൾ. എല്ലാവരും ഫുഡ് കഴിക്കലാണല്ലോ. അപ്പോൾ ഇതേ ഡൈനിങ് ഏരിയ ഫുള്ള് ആൾക്കാർ പിടിച്ചിട്ടുണ്ട്. അതേ ഫിദായിക്കരുത് നല്ല വെട്ടാളോ ഫിദാ നോക്കേ. ഓയ് ഞാൻ തന്നെ ഉള്ളെടുത്ത് തന്നെ നിനക്ക് തരലാടാ. അതുപോലെ തന്നെ ഇത് കിച്ചൺ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഒരു കിഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലേ ഏരിയ ഇവിടെ ഉണ്ട്. ക്യാമ്പ് ഫയറിനുള്ള ഏരിയ ഉണ്ട്. ഇത് അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇത് പെഡൽ ബോട്ടും കാര്യങ്ങളുണ്ട്. അതിനുള്ള ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ വെള്ളം ഇപ്പോൾ തൽക്കാലം കുറവാണ്. അപ്പോൾ പെഡൽ ബോട്ട് നടക്കുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പിന്നെ ഇത് ആ ഏരിയയിലായിട്ട് നമുക്കൊരു കിഡ്സ് പാർക്കും കൂടി ഉണ്ട്. ജസ്റ്റ് ഇവിടെ ഒരു ഊഞ്ഞാലും കാര്യങ്ങളുണ്ട്. അവിടെ ഒരു കിഡ്സ് പാർക്കും ഉണ്ട്. ഇവിടുത്തെ വ്യൂ ഉണ്ടോ നല്ല കിട്ടില്ല വ്യൂ. ഇതിൽ ഈ റൂം എനിക്ക് തോന്നുന്നു നമ്മുടെ ഡ്രൈവറിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തേക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞാൽ ആ റൂം ഡ്രൈവറിൻ്റെ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇവിടുത്തെ ആളുടെ ആയിരിക്കുള്ളൂ, കെയർ ടേക്കറിൻ്റെ ആയിരിക്കുള്ളൂ. അപ്പോൾ അതോടെ നിൽക്കട്ടെ. ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ റൂം കാണിച്ചു കേട്ടോ. നമ്മൾ നേരത്തെ വന്നപ്പോൾ അവിടെ ആളുണ്ടായതുകൊണ്ട് കാണിക്കാൻ പറ്റാത്ത റൂം. ഓ ഇതിലിപ്പോഴും ആൾക്കാരുള്ള ഈ റൂമൊന്നും കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെന്താണ് ഈ റൂമിൻ്റെ അവസ്ഥ? ഇതിലിത് ഇങ്ങനെ 2 ഇതായിട്ടാണ് ബെഡായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇത്
ബാത്ത് അറ്റാച്ച്ഡാണ് കേട്ടോ. അപ്പോൾ അതെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിത് നെടുമ്പാറയിൽ ഫാം ഹൗസിലാണ്. അപ്പോൾ അതിൻ്റെ കെയർടേക്കറായ അമൽ നമ്മുടെ ഒപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ അമലിനോട് ചോദിക്കാം നമുക്ക് എന്തൊക്കെയാണ് ഫെസിലിറ്റീസ്, നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ആക്ടിവിറ്റീസ് ഉള്ളതെന്ന് ചോദിക്കാം. അമലേ, എന്തൊക്കെ ഇന്ന് നമുക്ക് എന്താ പ്ലാൻ ഉള്ളത്? ഇന്ന് നമുക്ക് ഇപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞല്ലോ. ഇപ്പം നേരെ നമ്മൾ താഴെ പോയി നാച്ചുറൽ പോണ്ട് കാണുന്നു. അത് കഴിഞ്ഞ് അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി ട്രക്കിങ്ങിന് പോകുന്നുണ്ട്, നടന്നു. ഓക്കെ. പിന്നെ വൈകിട്ട് അത് കഴിയുമ്പം ചായ, അത് കഴിഞ്ഞ് വൈകിട്ട് ക്യാമ്പ് ഫയർ. ബോട്ടിങ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. ഒന്നെങ്കിൽ ഇന്ന് ഇപ്പം ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്യാം. അതിന് ഇന്ന സമയമൊന്നുമില്ല. അല്ലെങ്കിൽ നാളെ പോകുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഫിഷ് ഫീഡിങ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഫിഷ് ഫീഡിങ്. അതുപോലെ തന്നെ ഈ പോണ്ടിൻ്റെ ടൈം വല്ലതും ഉണ്ടോ? ഇല്ലില്ല, അങ്ങനെ ടൈമായിട്ട് ഒന്നുമില്ല. നമുക്ക് എത്ര നേരം, ഒത്തിരി രാത്രി ആയാൽ കുറച്ച് രാത്രി അയക്കാൻ നമുക്ക് പ്രശ്നമായിരിക്കും. അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ്. നമുക്ക് എന്തായിരിക്കും പ്ലാൻ? നാളെ രാവിലെ ഫാം വിസിറ്റിന് പോകും. വെളുപ്പിന് രാവിലെ പോയിട്ട് ബാക്കി നമുക്ക് ഈ ഫാം എല്ലാം ചുറ്റി നടന്ന് കാണാനുണ്ട്. ഇത് മൊത്തം 100 ഏക്കറാണ്. ഒരു ദിവസം പോരാ കാണാൻ. ഇത് കാണുന്ന ഫുള്ള് നിങ്ങളുടെ തന്നെയാണ്? നമുക്ക് മൊത്തം ഈ മല അങ്ങനെയല്ല, നമുക്ക് ഫുള്ള് ഏരിയ മൊത്തം നമ്മൾ വന്ന വഴി വണ്ടി നിർത്തിയതെല്ലാം നമ്മുടെ സ്ഥലം തന്നെ. 100 ഏക്കർ അല്ലേ? 100 ഏക്കർ. 100 ഏക്കറിൽ ഏലത്തോട്ടത്തിന്റെ അകത്താണ് ഈ ഫാം ഹൗസ്. പിന്നെ ഈ കാണുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നതാണ്? അത് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നതാണ്. അത് ഗസ്റ്റ് ഇങ്ങനെ വരുമ്പം അത് അവർക്ക് അതൊന്ന് കണ്ട് ആസ്വദിക്കാനും ഇതെങ്ങനെയാണ് വളരുന്നതെന്നൊക്കെ കാണാനൊക്കെ ആയിട്ടാണ്. പക്ഷെ നമ്മളിത് പറിച്ചു കൊടുക്കും. പൈസയ്ക്ക് നമ്മൾ പറിച്ച് കിലോ കണക്കിന് അങ്ങനെ കൊടുക്കും. ഇവിടെ ഓറഞ്ച് ഉണ്ട്, പേരയ്ക്കുണ്ട്, അബ്യു, പിന്നെ പഴങ്ങൾ, അതൊക്കെ സ്ട്രോബെറി, ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫ്രൂട്ട് പ്ലാന്റേഷനും കൂടി ആണ്. ഏലം, പിന്നെ സ്പൈസസ് എന്ന് പറയുമ്പം ഗ്രാമ്പു ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഏലം ഓൾറെഡി ഉണ്ട്, ഗ്രാമ്പു ഉണ്ട്, പിന്നെ കൊടംപുളി, കറുവപ്പട്ട, പതിമുഖം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മൃഗങ്ങളാണെങ്കിലും നമുക്ക് വാത്ത, താറാവ്, പിന്നെ എന്ന് പറയുമ്പം മുയൽ, പശു, ആട്, അങ്ങനെയുള്ള ചെറിയ എല്ലാ സാധനവും ഒരുമാതിരിപ്പെട്ട ഒരു ഫാമിൻ്റെ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ക ഫാം എല്ലാം ഉണ്ട്. എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മൾ പിന്നെ നമ്മൾ പിക്ക് ചെയ്യാൻ സമ്മതിക്കാത്തതെന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ വന്നു ഇങ്ങനെ പറിച്ചു കഴിയുമ്പോഴത്തേനും അത് നശിച്ചു പോകുന്നതുകൊണ്ടാണ് പിക്ക് ചെയ്യാൻ സമ്മതിക്കാത്തത്. ടോട്ടൽ വരുന്ന റൂമുകൾ 7 റൂം. അത് ഡ്രൈവേഴ്സിന് ഇവിടെ സെപ്പറേറ്റ് റൂമുണ്ട്. അത് മാറിയാണ് കുറച്ച് ഡിസ്റ്റൻസ്. എവിടെ? 102. അതെന്റെ റൂമാണ്. കെയർടേക്കർ റൂം അല്ലല്ല. ഓക്കെ. അപ്പോൾ ഫുള്ള് വരുന്നത് 7 റൂം. അതിൽ 3 റൂം ബാത്ത് അറ്റാച്ച്ഡ്, 4 അറ്റാച്ച്ഡ് കോമൺ. അത് ഓൾറെഡി ബുക്കിംഗ്. കറക്റ്റ് നെടുങ്കണ്ടമാണ്. നെടുങ്കണ്ടത്തിനടുത്ത് പാറത്തോടെന്ന് പറയും. നെടുങ്കണ്ടത്തു നിന്ന് ഒരു 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ. നിങ്ങൾ വലിയ വണ്ടിയൊക്കെ വന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 26 സീറ്റിൻ്റെ ട്രാവലറൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നത്. അത് നമുക്ക് താഴെ വരെ വരുള്ളൂ. മേലേക്ക് കയറ്റാൻ ശ്രമിക്കരുത്. ഞങ്ങൾ പകുതി ബ്ലോക്കായിരുന്നു. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതൊന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ജീപ്പ് ഉണ്ട്, ഇവർ അവിടെ നിന്ന് പിക്ക് ചെയ്തു. ഫിഷിംഗ് അലൗഡ് ആണ് നമുക്കിവിടെ. അതായത് ചൂണ്ട, ഓക്കെ, പെഡൽ ബോട്ടിന്റെ പോണ്ടിൽ തന്നെ അല്ലേ? പോണ്ടിൽ തന്നെ. നമുക്കിവിടെ ഇഷ്ടം പോലെ അതെ മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. നെട്ടർ, കോഴിക്കാർപ്പ്, വാള, സിലോപ്പിയ, അങ്ങനെ പല ടൈപ്പ് മീനുകളുണ്ട്. നമുക്കിതിവിടെ 1 കിലോ 200 രൂപ എന്ന രീതിയിൽ നമ്മളിവിടെ 1 കിലോ 200 നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെല്ലാം തരും. നമ്മൾ ചൂണ്ടിട്ട് പിടിച്ചു തന്നാൽ മതി. മീനിനൊരു പൈസയുണ്ട്, അതേ ഉള്ളൂ. വേറെ സർവീസ് ചാർജ് ഒന്നുമില്ല. അപ്പം അതും ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൂട്ടാം. ഒരു ഫാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ഇതേ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതേ അൽഫാം അടിക്കാനുള്ള സാധനങ്ങൾ ഇവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ചിക്കനും നമ്മളിവിടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിൽ അതിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഇതേ ചിക്കൻ നമ്മൾ ബക്കലിലാക്കേണ്ട മേടിച്ചു വന്നേക്കണേ.
ഇതേ ചിക്കനോട് ഇരിക്കുന്നുണ്ട്. കാരണം സ്മെല്ല് വരാണ്ടിരിക്കാൻ വണ്ടി കയറ്റി നമ്മൾ കൊണ്ടുവന്നല്ലേ. അപ്പോൾ സ്മെല്ല് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് കട്ട് ചെയ്ത് ബക്കറ്റ് മേടിച്ച് ബക്കറ്റിനകത്താക്കി മൂടിയാണ് നമ്മൾ കൊണ്ടുവന്നത്. ഈ കപ്പ് വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് വന്ന വഴിക്ക് വെള്ളവും കൈ കഴുകാനൊക്കെ ഫുഡ് കഴിച്ച് കൈ കഴുകാനൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതെ നമുക്ക് റിസോർട്ടിൻ്റെ ആൾ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിക്കനൊക്കെ അവരുടെ സെറ്റ് ചെയ്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്ത് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് മസാലയ്ക്കുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതെ നമ്മുടെ ക്യാരറ്റും കുക്കുമ്പറും നമുക്ക് സാലഡിന് എടുക്കാം. അതുപോലെ അതെ നമുക്ക് ഗരം മസാല മേടിച്ചിട്ടുണ്ട്, തൈരുണ്ട്, വിനാഗിരി ഉണ്ട്, മുളക് പൊടി ഉണ്ട്, ഈ സാധനങ്ങളൊക്കെ കുരുമുളക് പൊടി ഉണ്ട്. പിന്നെ അതെ സവാള, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയുള്ള സാധനം എന്ത് ചെയ്ത് നമുക്ക് മയണൈസ് ഉണ്ടാക്കാനായിട്ട് മച്ചനൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സൺഫ്ലവർ ഓയിലുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, നാരങ്ങയുണ്ട്, ഉപ്പെന്തിരി ഉപ്പാടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഇതൊക്കെ നിങ്ങളൊന്ന് അത് തൈര് ഇത് നിങ്ങളൊന്ന് അത് നമുക്ക് മറ്റേ അൽഫാമിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് തേച്ച് വെച്ചിട്ട് ട്രക്കിങ്ങിന് പോവാം. ഓക്കെ, പടപടാന്നായിക്കോട്ടെ പടപടാന്ന്. അപ്പോൾ ദേ സച്ചുദേ മുണ്ടൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അൽഫാം ഉണ്ടാക്കണേ, മസാല വരണ്ടേ, വേഗം വേഗം അവിടെ സച്ചു. സച്ചു വർത്താനം പറയുന്നത് ആരാ പറഞ്ഞാൽ സച്ചു നല്ലോണം വർത്താനം പറയണ്ട. അപ്പോൾ അതേ പടപടാന്ന് നമ്മുടെ സവാളയുടെയൊക്കെ തൊലികളൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളിത് മസാലക്കുള്ള പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സവാളയും സാധനങ്ങളൊക്കെ അരിഞ്ഞ് നന്നാക്കി എടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് ഈ ബാക്കി ഇഞ്ചിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടുന്നു. ഓ അടുമ്പോതൊക്കെ ചോദിച്ചേ വെളുത്തുള്ളി ഇട്ടുണ്ട്, അതേ വെളുത്തുള്ളി എടുക്കാണ്ടിരുന്ന സച്ചോണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാം കൂട്ട് മസാല ഫസ്റ്റ് നമ്മൾ പൊടിയും കാര്യങ്ങളൊന്നും ഇടാണ്ട് ഇഞ്ചി വേണ്ട അടിച്ചത്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഇഞ്ചിയും മസാലകളും എല്ലാം ഇട്ടത്. ഞാൻ കൈ കഴുകിയതാണ് കേട്ടോ. ഉപ്പ് നോക്കട്ടെ, ഉപ്പില്ല ഉണ്ടാവൂല, കാരണം പൊടിക്കപ്പെട്ടിട്ടുള്ളൂ. ഒരിത്തിരി തൈരും ഉണ്ടാവും, അടിയുണ്ടെങ്കിലും ഉണ്ടാവും. ഒഴിക്കണ്ടേ? അല്ലെങ്കിൽ കുത്തുക. മേത്തേക്ക് കളിക്കണം. അവര് കുറച്ചാ സാധനം കുറക്കണേ നമ്മൾ പറഞ്ഞ അളവിൽ കിട്ടണം. അവര് കുറച്ചോന്ന് ചോദിച്ചാ വെട്ടിയൊരു വെട്ടിയൊരു കുറക്കൂലാതെ നമുക്ക് പറഞ്ഞ സാധനം തരണ്ടേ. പറയാൻ പറ്റില്ലാട്ടാ, നമുക്ക് തിരിച്ചെടുപ്പ് ചോദിക്കാന്നാ. എന്നാ വാ ബാഗോട്ട് കട്ടാ ആർക്ക്. ഇപ്പൊ നമ്മളിത് അടിപൊളിയായിട്ട് നല്ല മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഫുള്ളോട്ടിരിക്കട്ടെ. അപ്പൊ അടച്ചിവിടെ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഫ്രിഡ്ജിൽ ഈ സാധനം എന്തായാലും കയറൂല. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ സൈഡിലായിട്ട് ഇരിക്കട്ടെ. ഇരുന്ന് മാരിനേറ്റ് ആവട്ടെ. നല്ല തണുപ്പ് അത്യാവശ്യം ഉണ്ടല്ലോ ഇവിടെ, അപ്പൊ കുഴപ്പമില്ല, സെറ്റ് ആയിക്കോളും. അപ്പൊ ചിക്കൻ അവിടെ നിന്ന് മാരിനേറ്റ് ആവട്ടെ. അപ്പോഴേക്ക് നോക്കിയേ അടിപൊളി സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാം. ഒരു ട്രക്കിങ്ങിന് വന്ന സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് മഴ പെയ്തില്ലെങ്കിൽ സൺസെറ്റ് കാണാം. അപ്പൊ നമുക്ക് നേരെ